അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതുപോലുള്ള പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു ഫ്രൂട്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ടൈപ്പിലാണ് ആ ഫ്രൂട്ട് ബോക്സും ഉള്ളത് കേട്ടോ. ഇത് മെറ്റലിലാണ് വരുന്നത്. ഫുൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ സ്പൂണും ഫോർക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കട്ട്ലറി ഹോൾഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റഡിയാണ്, നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ. പിന്നെ കിളിയുടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഹൈലൈറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 179 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡൻ സ്പൂൺ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ ഇതുപോലെ നല്ല ഭംഗിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് ബേക്കിംഗ് പേപ്പറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ 2 ഹുക്ക് ഫ്രീ ആയിട്ട് വന്നതാണ്. ഇതിൽ 100 പീസ് ബേക്കിംഗ് പേപ്പറാണുള്ളത്. ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേക്കിംഗ് പേപ്പറാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ എയർ ഫ്രയർ ഉണ്ട്, അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 178 റുപ്പീസാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഐസ് ട്രേ ആണ് കേട്ടോ. നമുക്ക് ബോൾസായിട്ട് ഐസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ജ്യൂസിലൊക്കെ റൗണ്ടിലുള്ള ഐസ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസായിട്ടുള്ളത് എടുക്കാനായിട്ടാണ് ഇതുപോലെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹോളിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 റുപ്പീസാണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഐസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു മൈക്രോ ഫൈബർ ടവലിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. 6 ടവലാണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഫേസ് ടവലായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ക്ലോത്താണ്. കളേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 117 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്നൊരു ടിഷ്യൂ ബോക്സാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്. പക്ഷെ അതിനകത്ത് റേറ്റ് ഞാൻ കണ്ടത് 800 സംതിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതേ പ്രൊഡക്റ്റ് മീഷോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ പഴയ റേഡിയോയുടെ ഒരു ടച്ചാണ് വരുന്നത്. അപ്പോൾ മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് 197 റുപ്പീസാണ് കേട്ടോ. ഞാൻ ചുമ്മാ ആമസോണിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടത് 298 റുപ്പീസാണ്. ഇതിൻ്റെ 3 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. മീഷോയിലും ഇതേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ ഹോളിലൂടെ തന്നെ ടിഷ്യൂ അകത്തിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഡെക്കോർ ഐറ്റം ആയിട്ടും യൂസ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ബൗൾ ആൻഡ് സ്പൂണിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 4 സ്പൂണും 4 ബൗളുമാണ് വരുന്നത്.
ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് BPA ഫ്രീ ആണ്, പിന്നെ മൈക്രോവേവ് സേഫ് കൂടിയാണ് കേട്ടോ. വിചാരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സെറാമിക് ആണെന്ന് വിചാരിക്കും, പക്ഷേ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് സാലഡ്സ്, ഡെസേർട്ട്സ്, നട്ട്സ് ഇതെല്ലാം സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂടെ തന്നെ ഇതുപോലെ 4 സ്പൂണും വരുന്നുണ്ട്, അതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് കേട്ടോ, വൈറ്റും പിങ്കും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. ഇതൊരു ബിസ്ക്കറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സിൻ്റെ അതേ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ലിഡ് പക്ഷേ വുഡൻ ലിഡാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ലിഡിൽ തന്നെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമുക്ക് സ്നാക്സും ബിസ്ക്കറ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് 499 ആ ഒരു റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് വേർത്താണ്. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. നമുക്കിത് കുറേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കട്ടിംഗ് ബോർഡൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വീതി കുറഞ്ഞിട്ടുള്ള പാൻസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ക്രോക്കറി ഷെൽഫിനകത്ത് പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് മെറ്റൽ മെറ്റീരിയലിലാണ്. 4 ഷെൽഫ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി കേട്ടോ, കാരണം ഈ പ്ലേറ്റ്സൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സാണ്. പിന്നെ ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ ഇതുപോലെ ലിഡ്സ് നമുക്കിതുപോലെ വെക്കാനായിട്ട് പറ്റും. ക്യാബിനറ്റിനകത്തോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 222 റുപ്പീസാണ് കേട്ടോ. ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. 6 കണ്ടെയ്നേഴ്സാണ് വരുന്നത്. പിന്നെ ലിഡ് വരുന്നത് മെറ്റലിലാണ് കേട്ടോ. ഓരോന്നും 400 ml കപ്പാസിറ്റിയാണ്. നമുക്കിത് മസാല പൗഡേഴ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആകെ 267 റുപ്പീസിനാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത്രയും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണ വാങ്ങിച്ചതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് പറയാം. കാരണം അത്ര നല്ല രസത്തിലാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നേഴ്സ് ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റ് 99 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റേതാണിത്. 500 ml കപ്പാസിറ്റിയാണ് ഓരോ കണ്ടെയ്നേഴ്സും വന്നിട്ടുള്ളത്. ഇതുപോലെ പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഡ് നമുക്ക് വുഡൻ ലിഡാണെന്ന് തോന്നും, പക്ഷേ അതും മെറ്റൽ ലിഡാണ്. പക്ഷേ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. കാണുമ്പോൾ നമുക്ക് വുഡൻ അല്ലെങ്കിൽ ബാംബു ലിഡാണെന്ന് തോന്നും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും റിവ്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. കിച്ചൺ ഭംഗിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ 884 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇത് സ്റ്റീൽ ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. നമുക്കിതിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ, അതുപോലെ തന്നെ ഫ്രീസർ സേഫാണ്. ഇപ്പോൾ ഓരോ കണ്ടെയ്നേഴ്സും 2000 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒട്ടും റിവ്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്, പക്ഷേ സ്റ്റിൽ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. 335 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കണ്ടത് 2 കണ്ടെയ്നേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ജാക്ക് പോട്ട് പോലെ 4 കണ്ടെയ്നേഴ്സും 2 ലിഡുമാണ് വന്നിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 316 ഗ്രേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ജാക്ക് പോട്ടായിട്ട് ഇതുപോലെ 4 കണ്ടെയ്നേഴ്സൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രങ്ങളെ അപേക്ഷിച്ച് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്.
അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ലിഡ് പക്ഷേ എനിക്ക് 2 ലിഡേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോ മിസ്റ്റേക്കായിട്ട് 4 കണ്ടെയ്നേഴ്സ് അയച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. വളരെ റീസണബിളായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സിറിയൽ ഡിസ്പെൻസറാണ്. 6 കണ്ടെയ്നേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. 1100 ml കപ്പാസിറ്റിയാണ് ഓരോ കണ്ടെയ്നേഴ്സും വരുന്നത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് റൈസ്, പാസ്ത, പൾസസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. 296 റുപ്പീസിനാണ് ഈ 6 കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ലിഡ് നല്ല എയർ ടൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റ് നോക്കാം. ഇത് വുഡിൽ വന്നിട്ടുള്ള സ്പൈസ് ബോട്ടിൽസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. ഇതിൽ 3 ടയറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബോട്ടിൽസ് അറേഞ്ച് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നല്ല രസത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഇതുപോലത്തെ 3 ടയറുള്ള പ്ലാസ്റ്റിക് ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഭംഗി ഫീൽ ചെയ്യുന്നത് ഈ ഒരു വുഡൻ ഓർഗനൈസറിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീതി കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ സ്പൈസ് ബോട്ടിൽസൊക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്പൈസ് ബോട്ടിൽസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 417 റുപ്പീസിനാണ് 417 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് നോക്കാം. ഇത് വുഡൻ ഓവൽ സെർവിങ് പ്ലാറ്ററിൻ്റെ സെറ്റാണ് കേട്ടോ. 3 പ്ലാറ്ററാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാക്സും അപ്പറ്റൈസേഴ്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് സ്പൈസ് ബോട്ടിൽസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും പിന്നെ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് സോപ്പ് ഡിസ്പെൻസറൊക്കെ വെക്കാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 423 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് തോന്നി കേട്ടോ. നേരിട്ട് കാണാൻ ഒരു റോ ഫിനിഷാണ്, പക്ഷേ അതും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ബുഷ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വെച്ച് കഴിയുമ്പോൾ. അല്ലാതെ നമുക്ക് സ്നാക്സൊക്കെ സെർവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും മൾട്ടി പർപ്പസ് യൂസേജ് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം കാണാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നെസ്റ്റേഷ്യയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 500 and something ഒക്കെയാണ് ഞാൻ പ്രൈസ് കണ്ടത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ മീഷോയിൽ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. ഇത് 200 and somethingനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സെറാമിക് പ്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് സാൻഡ്വിച്ചും ബർഗറും സാലഡും ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. 276 റുപ്പീസിനാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ മുന്നേ ഒരു തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഇനി അടുത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കാണാം. ഇത് ഡിപ്പിംഗ് ബൗൾസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. നമുക്ക് സോയാ സോസ്, ഓയിൽ, വിനീഗർ, കെച്ചപ്പ് അതൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. 302 റുപ്പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഔട്ടർ ബോക്സും അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റേഴ്സും കാണാനായിട്ട്. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനൊരു ഔട്ടർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ക്രോക്കറി ഷെൽഫിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നീറ്റായിട്ട് അത് അവിടെ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഇതുപോലെ നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് ഒരു വളഞ്ഞൊരു ഹാൻഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഔട്ടർ ബോക്സാണ് എനിക്ക് അധികം ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും വേണ്ടൊരു വാങ്ങിച്ചോളൂ. സൂപ്പർ 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 പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സെറാമിക് അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് എല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പുതുതായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.